നമസ്കാരം. തീരുമാനം കലക്കി. നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാ. അല്ല, നിങ്ങൾക്ക് എന്താ സ്വപ്നഭൂമിയായിട്ട് ബന്ധം? അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ക്ഷണിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും പോകും. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാ സ്വപ്നഭൂമിക്കാര്. സാക്ഷാൽ അശ്വിനി ദേവന്മാർക്ക് പോലും അറിയാത്ത മരുന്നുവർഗ്ഗങ്ങളും ചികിത്സാ രീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേയുള്ളൂ. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാനിവരെ സഹായിക്കാറുണ്ട്. സൈരന്ധ്രിയിൽ അണ കെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്നൊരു കേസുണ്ടായിരുന്നു. അതിലിവർ തോറ്റു. അതുകൊണ്ട് ആ കില്ലാടിയുടെ കാൽക്കൽ അപേക്ഷയുമായി വന്നത്. അവർക്ക് തെറ്റുപറ്റിയില്ല, റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു. സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. പിന്നെ ദയ തോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല. പണം അവർക്കൊരു പ്രശ്നമേ അല്ല. ദേ ആർ റിച്ച്, വെരി റിച്ച്. കുഴിയെടുത്ത് കഴുക്കോല ഇറക്കണം. പിടിച്ചു പൊക്ക് കൃഷ്ണ. ഇറക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചാട്ടെ. പ്രദീപേ, എന്താ കൂലിയില്ലാത്ത ജോലി എവിടെ ഉള്ളൂ? അത് പറഞ്ഞുറപ്പിച്ചിട്ട് ഇറക്കിയാ മതി. പിടിക്ക്. പതുക്കെ 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 പതുക്കെ. ഏയ്, ആടുമാടുകളൊന്നും ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി മുഴുവൻ കരച്ചിലും ബഹളമായിരുന്നു. എന്തേ? ഭൂമിക്കടിയിൽ നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ മുമ്പേ അവരല്ലേ ആദ്യം അറിയാ. എന്തോ ഇയാൾക്ക് രാവിലെ തന്നെ വേറെ പണിയില്ലേ? പേടിപ്പിക്കാൻ നടക്കുന്നു. ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാ. പേരുകൾ തന്നെ കേട്ടില്ലേ? രാജമാണിക്യം, മല്ലിയണ്ണൻ, പവനയ്യ, ഭുവനയ്യ, രാജവെമ്പാല, പാമ്പാണ്, ഭുവനപ്പൻ, ജയയാനി. ദേവയാനിക്ക് എന്താ കുഴപ്പം? അല്ല, ദേവയാനിക്ക് മാത്രം കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ഇന്നലെ ഇവിടെ ഒരു ഭ്രാന്തിയെ കണ്ടു. അവരാരാ? അതോ, അത് സുമംഗലി അക്കനാ. സുമംഗലിയോ? ഓ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു പേര് കേട്ടത്. അപ്പൊ ദേവയാനിക്ക് എന്താ കുഴപ്പം? ഏയ്, ദേവയാനിക്ക് യാതൊരു കുഴപ്പമില്ല. എത്ര നല്ല പേര്, എത്ര നല്ല ആള്. എത്ര നല്ല ആള്. എന്നിട്ട് സുമംഗലി അക്കനെ കുറിച്ച് പറ. അക്കനെ കുറിച്ച് ആരും ആരോടും ഒന്നും പറഞ്ഞൂടാ. അതാ ഇവിടുത്തെ രീതി, വിലക്ക്. ആരും അടുത്ത് പോകാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, അറിഞ്ഞോ അറിയാതോ ഒന്നും കൊടുക്കാൻ വരെ പാടില്ല. അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞ് ഓടിച്ചോണം. എന്തേ അങ്ങനെ? അതൊന്നും ഞാൻ പറയില്ല, ഒക്കെ ഇവിടുത്തെ രീതികളാ. അപ്പം ദേവയാനി ഒന്നും കൊടുക്കൂലേ? ഞാനും കൊടുത്തിട്ടുണ്ട്, ഒരുപാട് എറി. എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞ് ഓടിക്കും. പക്ഷേ എറിയണത് അത്രയും പേരയ്ക്കും ആപ്പിളും ഓറഞ്ചും ആയിരിക്കും. ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണം ചെയ്തുതരാം. ഇപ്പൊ ആവശ്യമില്ല. ആവശ്യമുള്ളവർ ടെലിഗ്രാം ചെയ്യാ. അപ്പൊ വന്നാ മതി. ഇപ്പൊ പോയിക്കാ. ദേവു, ദേവു, അപ്പം വിളിക്കണ വീട്ടിലേക്ക് വേഗം ചെല്ലാൻ. ചെല്ലമ്മാളിന്റെ മകന്റെ ദേഹത്ത് തളച്ചെന്ന് വീണ് പൊള്ളി. വേഗം വരൂ. തുടങ്ങിയിട്ടുണ്ട്, നല്ല ഭേഷായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനം മാറ്റി കിണർ കുഴിക്കാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാരും കൂടെ അനുഭവിച്ചോ? മറിക്കെ മറിക്കെ.
അല്ലേ? നീ എവിടെ പോകുന്നു? നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ഞാൻ പൊയ്ക്കോട്ടെ പൂവനണ്ണ. ആ ശരി ശരി. ആ പണിക്കാർക്കൊക്കെ ഊണ് ശരിയാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ഞങ്ങൾ വന്നേക്കാം. പറഞ്ഞേരെ. ആ പറഞ്ഞേക്കാം. എവിടെ? ആര്? സ്വപ്നഭൂമിയിൽ കിണർ ഒഴിക്കാൻ വന്നവരാ ഞങ്ങള്. തുടക്കത്തിൽ ഒരില അനങ്ങിയ വഴക്കുമായിട്ട് വരുമായിരുന്നു സ്വപ്നഭൂമിക്കാര്. ഇപ്പോ 8-10 ദിവസമായിട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോവുക. ഇനി വെള്ളം കിട്ടണമെങ്കിൽ സ്വപ്നഭൂമിയിൽ ജനിച്ചു വളർന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടായി തീരൂ. ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു പങ്കാ. സുമംഗലിയാക്കന് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഒരു മൂലയില് വേണേല് ആരും അറിയാതെ അന്തി ഉറങ്ങാം. അത്താഴം മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ അതും കഴിക്കാം. ദാ വാ. സ്വപ്നഭൂമിയിൽ നിന്ന് പുറത്തുപോയി നാട്ടിലെ കോളേജിൽ 2 വർഷം പഠിച്ച ഒരേ ഒരു പെൺകുട്ടിയാ ഈ സുമംഗലി. ഗ്രാമത്തിന്റെ ഓമനയായിരുന്നു അവൾ.